എന്നാലും ആ ഒരു പൂവിന്റെ ഒരു ഭംഗി നോക്കുന്നില്ല. ഇവിടെ നിന്നതാണ് ഒരുമിച്ച് രണ്ടെണ്ണം. നല്ല ഭംഗിയുണ്ട്. ഹലോ കുട്ടീസ്, ആ പറഞ്ഞ ഭംഗിയുള്ള പൂക്കളാണ് എൻ്റെ തലയിലിരിക്കുന്ന ഈ റോസാപ്പൂക്കൾ. നല്ല ചുവ ചുമന്ന റോസാപ്പൂക്കൾ എൻ്റെ അമ്മായിയമ്മ വീട്ടുമുറ്റത്ത് വളർത്തി വലുതാക്കി പന്തലിപ്പിച്ച ഒരു ചെടിയിൽ ഏകദേശം 7 പൂക്കളോളം ഉണ്ടായിരുന്നു. അതിൽ 5 എണ്ണം ഞാനിങ്ങ് പൊക്കി. ഒരു പൂ പോലും ആർക്കും കൊടുക്കാതെ ഇങ്ങനെ സംരക്ഷിച്ച് വെച്ചിരുന്ന അപ്പയിൽ നിന്ന് ഈ 5 പൂക്കൾ ഞാൻ വാങ്ങിച്ചെടുക്കാൻ പെട്ടൊരു പാട്. യൂട്യൂബിൽ കണ്ടതുപോലെ തള്ളു നിറയെ വട്ടത്തിൽ ഞാൻ ഇതുപോലെ പൂക്കളൊക്കെ വെച്ച് അപ്പയുടെ ചെടികളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുത്ത ചട്ടിയാണ്. ഈ ചട്ടിയിൽ ചെമ്പരത്തി തൊട്ട് എല്ലാ ചെടികളും ഒപ്പം നട്ടിട്ടുണ്ട്. ചെടികളെ സ്വന്തം മക്കളെ പോലും നോക്കുന്ന ഒരാളിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അപ്പയല്ലാതെ. ഈ വീട്ടിലെ ഓരോ ചെടികളും സഞ്ചരിക്കുന്ന ചെടികളാണ്. രാവിലെ ഒരു സ്ഥലത്ത്, ഉച്ചയ്ക്ക് ഒരു സ്ഥലത്ത്, വൈകിട്ട് ഒരു സ്ഥലത്ത്. വെയിലും മഴയും ഒക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു ഇരിപ്പിടം അപ്പം ഫിക്സ് ചെയ്യുന്നത്. വൈറ്റമിൻ്റെ ഗുളികളെല്ലാം പൊടിച്ച് വെള്ളത്തിൽ കലക്കി എല്ലാ ദിവസവും ഈ ചെടികൾക്കെല്ലാം കൊടുക്കും. യൂട്യൂബിൽ കാണുന്ന എല്ലാ പരീക്ഷണങ്ങളും ഈ ചെടികളുടെ മേലെ പ്രയോഗിച്ച് നോക്കും. അപ്പം പുകയില കഷായം, സോപ്പുള്ള ലായനി എന്ന് വേണ്ട സകലമാന പരീക്ഷണങ്ങളും ചെയ്ത് ഈ ചെടികളിൽ എങ്ങനെയെങ്കിലും അപ്പം പൂക്കൾ ഉണ്ടാക്കിയിരിക്കും. ആ പൂക്കൾക്കൊരു പ്രത്യേകതയുണ്ട്, കൊല കുത്തിയായിരിക്കും പൂക്കൾ പൂക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ചിരട്ടകള്, പ്ലാസ്റ്റിക് പാത്രങ്ങള്, പ്ലാസ്റ്റിക് കുപ്പികള്, സ്റ്റീൽ പാത്രങ്ങൾ എന്ന് വേണ്ട സകലതും ഇപ്പൊ അപ്പയുടെ ചെടികളുടെ ഇരിപ്പിടമാണ്. എന്തെല്ലാം തരത്തിലെ ചെടികളാണെന്നറിയോ അപ്പയുടെ ഗാർഡനിലുള്ളത്. നാടൻ തൊട്ട് മോഡേൺ ഐറ്റം വരെ ഉണ്ട്. റോഡരികെ നിൽക്കുന്ന കാട്ടുചെടി പോലും അപ്പയുടെ ഗാർഡനിലെ അലങ്കാര ചെടിയായിട്ടാണ് നിൽക്കുന്നത്. ഈ നിൽക്കുന്ന ഇത്തിരി കുഞ്ഞനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലും അപ്പ അതിൻ്റെ ഫുൾ ജീവചരിത്രം എനിക്ക് പറഞ്ഞു തന്നു. എന്താണ് പേര്, എന്താണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം, എവിടെ നിന്നാണ് വരുന്നത്, ഏത് രാജ്യത്താണ് ഉള്ളത് എന്ന് വേണ്ട സകലമാന ഡീറ്റെയിൽസും പുള്ളിക്കാരിക്ക് ഈ പാത്രത്തിൽ ചാണകവെള്ളം കലക്കി വെച്ചേക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ചെടികൾക്കായി ഒഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.